ദൈവത്തിന്റെ പരിശുദ്ധ നാമം മഹത്വപ്പെടുമാറാകട്ടെ. വീണ്ടും ദൈവസന്നിധിയിൽ കടന്നു വരുവാൻ കർത്താവ് നമുക്ക് നല്ല ഒരു പ്രഭാതം ദാനമായി തന്നതിനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. നമ്മുടെ ചിന്തയ്ക്കായി തിരുവചനത്തിൽ നിന്നും ഒരു വേദഭാഗം വായിക്കാം. ഉൽപ്പത്തി പുസ്തകം 40-ാം അധ്യായം 14-ാം വാക്യം. എന്നാൽ നീ ശുഭമായിരിക്കുമ്പോൾ എന്നെ ഓർത്ത് എന്നോട് ദയ ചെയ്ത് ഫറവോനെ എന്റെ വസ്തുത ബോധിപ്പിച്ച് എന്നെ ഈ വീട്ടിൽ നിന്നും വിടുവിക്കണമേ. ദൈവത്തിന് സ്തോത്രം. യോസേഫ് കാരാഗ്രഹത്തിൽ ചെയ്യാത്ത ഒരു കുറ്റത്തിന് കാരാഗ്രഹവാസം ചെയ്യുമ്പോൾ അവിടെ വെച്ച് പരിചയപ്പെട്ട ഒരു സ്നേഹിതനോട് താൻ ആ കാരാഗ്രഹവാസത്തിൽ നിന്ന് മോചിതനായി പോകുമ്പോൾ തന്നോട് പറഞ്ഞ ഒരു ഹൃദയം നുറുക്കപ്പെടുന്ന ഒരവസ്ഥയിൽ കരഞ്ഞുകൊണ്ട് പറയുന്ന വാക്കാണ്, സഹോദര, സ്നേഹിത, എപ്പോഴെങ്കിലും അവസരം കിട്ടുമ്പോൾ, നീ ശുഭമായിരിക്കുമ്പോൾ, രാജാവിന് നീ പാനപാത്രവാഹകനായി ജോലി ചെയ്യുകയിൽ വീഞ്ഞുശാലയിൽ രാജാവിന് വീഞ്ഞ് പകർന്നു കൊടുക്കുമ്പോൾ തീർച്ചയായിട്ടും രാജാവിന്റെ മുഖം തെളിഞ്ഞിരിക്കുന്ന ഒരു സമയം നിനക്കറിയാം. ആ സമയം എന്ത് പറഞ്ഞാലും രാജാവ് കേൾക്കും, ശ്രദ്ധയോടെ കേൾക്കും. അങ്ങനെയുള്ളതായ ഒരു സമയത്ത് നീ എനിക്ക് വേണ്ടി എൻ്റെ നിഷ്പക്ഷമായ നിലപാടിനെ, ഞാൻ ഒരു കുറ്റവും ചെയ്യാത്ത ഒരു നിർദോഷിയായ ഒരു വ്യക്തിയാണെന്ന് നീ രാജാവിനോട് പറഞ്ഞ് എൻ്റെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി എന്നെ ഈ ജയിലിൽ നിന്ന്, കാരാഗ്രഹത്തിൽ നിന്നൊന്ന് വെളിയിൽ പോകാൻ ഒരു സാഹചര്യം നീ ഒരുക്കണം. അത് മാത്രമല്ല, എങ്ങനെയെങ്കിലും എനിക്ക് ഈ വീട്ടിൽ ഇനിയും പൊത്തിഫറിന്റെ വീട്ടിലോട്ട് ഇനിയും തിരിച്ചു ചെല്ലണ്ട, എനിക്ക് രക്ഷപ്പെട്ടാൽ മതി, എവിടെയെങ്കിലും ഓടിപ്പോയാൽ മതി. ദൈവത്തിന് സ്തോത്രം. തീർച്ചയായിട്ടും തൻ്റെ സ്നേഹിതനോട് താൻ ഈ ഒരു കാര്യം അപേക്ഷിക്കുമ്പോൾ അതിനു മുമ്പായി തൻ്റെ പ്രാർത്ഥനകളിലെല്ലാം ദൈവത്തോടും താൻ ഇങ്ങനെ ഒരു അപേക്ഷ കഴിക്കുന്നുണ്ടാകും. ദൈവമേ, എന്നെ ഈ കാരാഗ്രഹത്തിൽ നിന്ന് വിടുവിക്കണം. 2, എനിക്കിനി ഈ ഭവനത്തിൽ ജോലി വേണ്ട, എങ്ങനെയെങ്കിലും ഈ പൊത്തിഫറിന്റെ വീട്ടിൽ നിന്ന് എന്നെ ഒന്ന് ഓടിപ്പോവാൻ എന്നെ അനുവദിക്കണം. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ യോസേഫ് ഒരു പക്ഷെങ്കിൽ ദൈവത്തോട് അങ്ങനെ അപേക്ഷിച്ചിട്ടുണ്ടെങ്കിൽ ദൈവം കൊടുക്കുന്ന മറുപടി എന്തായിരിക്കും? നോക്കൂ, യോസേഫേ, നീ പൊട്ടക്കിണറ്റിൽ നിന്റെ സഹോദരന്മാർ എറിഞ്ഞു കളഞ്ഞപ്പോൾ ഞാൻ നിന്റെ കൂടെ പൊട്ടക്കിണറ്റിൽ വന്നു. തിരുവചനത്തിൽ അങ്ങനെയാണ് വായിക്കുന്നത്. അതിനുശേഷം ഇശ്മായേല്യർ നിന്നെ ചന്തയിൽ കൊണ്ടുവന്ന് അടിമകളെ നിർത്തുന്ന രീതിയിൽ നിന്നെ നിർത്തി കച്ചവടത്തിന് വേണ്ടി നിർത്തിയപ്പോൾ നിന്നോടുകൂടെ ഞാൻ വന്നു. ഉൽപ്പത്തി പുസ്തകം 39-ാം അധ്യായത്തിന്റെ 2-ാം വാക്യത്തിൽ അങ്ങനെയാണ് വായിക്കുന്നത്. കച്ചവടം ചെയ്യുന്ന സ്ഥാനത്തും ദൈവം യോസേഫിനോട് കൂടെ ഇരുന്നു. അതിനുശേഷം നീ ഈ കാരാഗ്രഹത്തിൽ വന്നപ്പോൾ 39-ാം അധ്യായത്തിന്റെ 21-ാം വാക്യത്തിൽ വായിക്കുന്നു, യഹോവ കാരാഗ്രഹത്തിൽ യോസേഫിനോട് കൂടെ ഇരുന്നു. ദൈവം അവനോട് ചോദിക്കുന്ന ഒരു ചോദ്യം ഇതായിരിക്കും, യോസേഫ്, നീ ഈ വീട്ടിൽ നിന്ന് ഓടിപ്പോകുവാൻ ആഗ്രഹിക്കുന്നു, പക്ഷെങ്കിൽ നീ പോയിടത്തൊക്കെ ഞാൻ നിന്നോടുകൂടെ വന്നു. പൊട്ടക്കിണറ്റിൽ ഞാൻ നിന്നോടുകൂടെ വന്നു, അടിമച്ചന്തയിൽ ഞാൻ നിന്നോടുകൂടെ വന്നു, കാരാഗ്രഹത്തിൽ നിന്നോടുകൂടെ വന്നു. നിന്റെ ഒരു കൂട്ടുകാരനോ രാജാവോ അല്ല, നിന്നെ ഇവിടെ നിന്ന് വിടുവിക്കേണ്ടത് ഞാനാണ് വിടുവിക്കേണ്ടത്. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ട ദൈവത്തിന്റെ മക്കളെ, ദൈവം നമ്മെ മാനിക്കുവാൻ ആഗ്രഹിക്കുന്നത് ഒരു ഭവനത്തിൽ നിന്ന് ഓടിപ്പോകുന്ന ഒരവസ്ഥയിലല്ല. നിന്നെ ദൈവത്തിന് മാനിക്കുവാൻ ഒരു പദ്ധതി ഉണ്ടെങ്കിൽ നീ എവിടെ ശിക്ഷിക്കപ്പെടുന്നുവോ, നീ എവിടെ അപമാനിക്കപ്പെടുന്നുവോ, അവിടെ തന്നെ വെച്ച് ദൈവം നിന്നെ മാനിക്കും, നിന്നെ ഉയർത്തും, നിന്നെ ബഹുമാനത്തിന് പാത്രഭൂതനാക്കും. ദൈവത്തിന് സ്തോത്രം. നോക്കൂ, നമ്മുടെയൊക്കെ ജീവിതത്തിൽ പല സാഹചര്യങ്ങളിൽ ചില ജോലികളിൽ ചെല്ലുമ്പോൾ ചെയ്യാത്ത കുറ്റത്തിന് വേണ്ടി അനുഭവിക്കേണ്ടി വരുന്ന പല യാതനകളും കണക്കിലെടുത്ത് എങ്ങനെയെങ്കിലും ഈ യജമാനന്റെ കയ്യിൽ നിന്ന് എനിക്കൊന്നൊരു വിടുതൽ നാം ആഗ്രഹിച്ചു പോകും. അങ്ങനെയുള്ളതായ പല ദുഃഖകരമായ സങ്കീർണമായ ചില സ്ഥാനങ്ങളിൽ നാം ചെന്ന് പെടാറുണ്ട്. നമ്മുടെ ജീവിതത്തിൽ, കുടുംബ ജീവിതത്തിൽ പലപ്പോഴും നമ്മൾ ഒരു വിടുതൽ ആഗ്രഹിക്കുക, എങ്ങനെയെങ്കിലും ഈ ഭാര്യയുടെ കയ്യിൽ നിന്ന് അല്ലെങ്കിൽ ഈ ഭർത്താവിന്റെ കയ്യിൽ നിന്ന് എനിക്കൊരു വിടുതൽ വേണം, ഈ ദുഷ്കരമായ അനുഭവങ്ങൾ പകരുന്ന ഈ ഭവനത്തിൽ നിന്ന് എനിക്കൊരു വിടുതൽ വേണം,
കുടുംബജീവിതത്തിൽ നിന്ന് വിടുതൽ, ഈ ഭവനത്തിൽ നിന്ന് എനിക്ക് എങ്ങനെയെങ്കിലും ഒന്ന് ഓടിപ്പോകാൻ ആഗ്രഹിക്കും. ചില ജോലി സ്ഥലങ്ങളിൽ നിന്ന് ഓടിപ്പോകുവാൻ ആഗ്രഹിക്കും. നാം വളരുന്നതായ ചില സാഹചര്യങ്ങളിൽ നമ്മുടെ മാതാപിതാക്കളുമായി ഒത്തുചേർന്ന് പോകുവാൻ കഴിയാത്തതുകൊണ്ട് എങ്ങനെയെങ്കിലും അവിടെ നിന്ന് ഓടിപ്പോകുവാൻ നോക്കും. ഏതെല്ലാം പ്രതലങ്ങളിൽ നമ്മൾ ജോലി ചെയ്യുകയും ജീവിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ടോ അവിടെയൊക്കെയും പല കാര്യങ്ങളിൽ നാം ഒരു നിർദോഷിയാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു ചെയ്യാത്ത കുറ്റത്തിന് വേണ്ടി പല വേദനകൾ അനുഭവിക്കുന്ന നീറുന്ന ഒരു ഹൃദയം നമുക്കുണ്ടെങ്കിൽ, നമ്മുടെ ഹൃദയം എപ്പോഴും ചഞ്ചലപ്പെട്ടും കൊണ്ട് വേദനപ്പെട്ടും കൊണ്ട് നമ്മുടെ ചിന്തയുണ്ടാകും, എങ്ങനെയെങ്കിലും ഇവിടുന്ന് ഓടിപ്പോകണം, എങ്ങനെയെങ്കിലും ഇവിടെ നിന്നൊരു വിടുതൽ വേണം. നാം അതിനുവേണ്ടി മുട്ടിപ്പായി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. പക്ഷെങ്കിൽ ദൈവത്തിന് നമ്മോടൊരു സന്ദേശമുണ്ട്. ദൈവം നിന്നെ ഒരു ഉയർത്തുവാനും നിന്നിൽ കൂടെ ചില പദ്ധതികളോടുകൂടെയാണ് ദൈവം നിന്നെ അവിടെയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ, ആ കുണ്ടറകളിലും ആ പൊട്ടക്കിണറ്റിലും അടിമച്ചന്തയിലും ദൈവം നിന്നോടുകൂടെ വന്നെങ്കിൽ അതിന്റെ അർത്ഥം ഒരു രാജാവും മന്ത്രിയും അല്ലെങ്കിൽ ഒരു റെക്കമെൻഡേഷനിലല്ല നീ വിടുവിക്കപ്പെടേണ്ടത്. സർവശക്തന്റെ കരം കൊണ്ടാണ്. അവൻ നിന്നെ തൂക്കിയെടുത്ത് ഉയർത്തിക്കൊണ്ടുപോകും. ദൈവത്തിന് സ്തോത്രം. അവന് നിന്നിൽ കൂടെ ഒരു പദ്ധതി. നീ എവിടെ തിരസ്കരിക്കപ്പെട്ടുവോ, എവിടെ അപമാനിക്കപ്പെട്ടുവോ, എവിടെ നീ 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 ഭോഷ്കിന് നീ 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 വിധിക്കപ്പെട്ടുവോ, അവിടെ വെച്ച് തന്നെ ദൈവം നിന്നെ മാനിക്കും. മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ച് ദൈവം നിന്നെ ഉയർത്തും. ഒരു ദിവസം വരും, ഒരു പ്രഭാതം വരും, നിന്നെ വിളിച്ചുണർത്തിക്കൊണ്ടുപോയി നിനക്ക് ദൈവം ഉദ്ദേശിക്കുന്നതായ മാന്യതയിലേക്ക് നിനക്ക് മാർച്ച് ചെയ്യുവാൻ, അനേകർ അത് കണ്ട് ദൈവത്തെ ഭയപ്പെടുവാനുള്ള ഒരു കാരണമാക്കി തീർക്കും. ദൈവത്തിന് സ്തോത്രം. യോസേഫിന് വളരെ ഒരു പ്രതീക്ഷ പാനപാത്രവാഹനിൽ ഉണ്ടായിരുന്നു. കാരണം അവനെ ജയിലറയിൽ പലപ്പോഴും യോസേഫ് സഹായിച്ചു. അവൻ കഷ്ടപ്പെട്ടതായ, അവൻ വ്യാകുലപ്പെട്ടതായ സമയത്തൊക്കെ അവൻ ആശ്വാസം പകർന്നു കൊടുത്തു. ദൈവം അവനെ സഹായിക്കുമെന്നും ഒരു സർവശക്തനായ ദൈവം ജീവനോടെ ഉണ്ടെന്നുമൊക്കെ യോസേഫ് ഒരുപാട് കാര്യങ്ങൾ ആ പാനപാത്രവാഹകനെ പറഞ്ഞു കേൾപ്പിച്ചു. അങ്ങനെ ദൈവം അവന്റെ ഭാവിയെക്കുറിച്ചൊരു ഒരു സ്വപ്നം പാനപാത്രവാഹകനെ കാണിച്ചു. അതിന്റെ അർത്ഥവും യോസേഫ് വിവരിച്ചു കൊടുത്തു. കാര്യങ്ങൾ പറഞ്ഞതുപോലൊക്കെ സംഭവിച്ചു. പാനപാത്രവാഹകന് യോസേഫിൽ വലിയ വിശ്വാസമുണ്ടായി. എന്നാൽ എന്താണ് സംഭവിച്ചതെന്നറിയാമോ? താൻ ജോലിയിൽ കയറിയപ്പോഴേക്കും യോസേഫിന്റെ കാര്യം മറന്നുപോയി. കടന്നു വന്നതായ ജയിലറയിൽ തന്നെ സഹായിച്ചവനെ കുറിച്ചുള്ളതായ ഓർമ്മ പാനപാത്രവാഹകൻ മറന്നുപോയി. അത് അവൻ സ്വയമേ മറന്നതല്ല, മനഃപൂർവ്വം മറന്നതല്ല, ദൈവം മറക്കുമാറാക്കിയ. കാരണം എന്താ അറിയാമോ? നിനക്കൊരു ഉയർച്ച അവനിൽ കൂടെ അല്ല വരേണ്ടത്, ദൈവത്തിൽ കൂടെയാണ് വരേണ്ടത്. നിനക്കൊരു സഹായം അവനിൽ കൂടെയല്ല, മനുഷ്യനിൽ കൂടെയല്ല വരേണ്ടത്, ദൈവത്തിൽ കൂടെയാണ് വരേണ്ടത്. നിനക്കൊരു മാന്യത ഒരു രാജാവിൽ കൂടെയല്ല ഉണ്ടാകേണ്ടത്, ദൈവത്തിൽ കൂടെയാണ് ഉണ്ടാകേണ്ടത്. പ്രൈസ് ദി ലോർഡ്. ചില പ്രത്യേകമായ സങ്കടകരമായ ചില കുണ്ടറകളിൽ ഒരിക്കലും രക്ഷപ്പെടുവാൻ കഴിയില്ലെന്ന് തോന്നുന്നതായ ചില സാഹചര്യങ്ങളിൽ ദൈവം നമ്മെ കൊണ്ടാക്കുമ്പോൾ നമ്മുടെ കഴിഞ്ഞ കാലങ്ങളിൽ നമ്മളൊന്ന് ചിന്തിക്കണം. ദൈവം അതുവരെയും നമ്മോടുകൂടെ ഇരുന്നില്ലേ? അതിനെക്കാട്ടിലും വളരെ ദുഃഖകരമായ സാഹചര്യങ്ങളിലൊക്കെ ദൈവം നിന്നെ പടിപടിയായി നടത്തിക്കൊണ്ടുവന്നതായ ഒരു സാഹചര്യമല്ലയോ അത്? ദൈവമല്ലേ നിന്നെ ഒരു ഭവനത്ത് കൊണ്ടുവന്നത്? ദൈവം തന്നെയല്ലേ നിനക്കൊരു ജോലി തന്നത്? ദൈവം തന്നെയല്ലേ നിന്നെ ചില സാഹചര്യങ്ങളിൽ കൊണ്ടുവന്നത്? ദൈവം തന്നെയല്ലേ നിനക്കൊരു ഭർത്താവിനെയും ഒരു ഭാര്യയെയും തന്നത്? ദൈവം തന്നെയല്ലേ നിനക്ക് മാതാപിതാക്കളെ തന്നത്? ദൈവം തന്നെയല്ലേ നിനക്ക് കുഞ്ഞുങ്ങളെ തന്നത്, സഹോദരങ്ങളെ തന്നത്, കൂട്ടുകാരെ തന്നത്? അങ്ങനെയെങ്കിൽ ദൈവം തന്നെ അതിന്റെ മധ്യത്തിൽ ചില മാന്യതകളുമായി, ഉയർച്ചകളുമായി ദൈവം ഒരു ദിവസം നിന്നെ വന്ന് കുണ്ടറയിൽ നിന്ന് വിളിച്ചിറക്കി കൊണ്ടുപോകും. മറ്റൊന്നിനുമല്ല, മറ്റാർക്കും കാണാൻ കഴിയാത്ത ദൈവത്തിന്റെ പദ്ധതികളെ അത് തുറന്നു കാണിക്കുന്നതിന് വേണ്ടി, അതിനെ തർജ്ജിമ ചെയ്യുന്നതിന് വേണ്ടി ഒരു മനുഷ്യർക്കും മന്ത്രവാദിക്കും ഒരു ശകുനവാദികൾക്കും സാധിക്കാത്തതായ ചില രഹസ്യങ്ങളെ നിന്നിൽ കൂടെ ദൈവം വെളിപ്പെടുത്തുവാൻ നിന്നെ തേരിലേറ്റിക്കൊണ്ടുപോകുന്ന ഒരു ദിവസം കാണും. ദൈവത്തിന് സ്തോത്രം. മനുഷ്യകരത്തിലല്ല ആശ്രയിക്കേണ്ടത്, യഹോവയിൽ ആശ്രയിക്കുക. ദൈവം നിന്നെ നടത്തിക്കൊണ്ടുവന്ന പാതകളെ ഓരോന്നായി ചിന്തിച്ചു നോക്കുമ്പോൾ തീർച്ചയായിട്ടും അവിടം വരെയും ദൈവത്തിന്റെ സാന്നിധ്യം നിന്നോടുകൂടി ഉണ്ടായിരുന്നുവെങ്കിൽ അവിടെ നിന്ന് നിന്നെ ഉയർത്തുവാനും ദൈവത്തിന്റെ പദ്ധതിയുടെ സാന്നിധ്യം നിന്നെ അനുഗമിക്കും. ഒരു ദിവസം നിന്റെ പ്രാർത്ഥന ദൈവം കേൾക്കും. മനുഷ്യരാലല്ല, ദൈവത്താലുള്ള വിടുതലിനെ നീ അനുഭവിക്കുന്നതിനിടയായി തീരും. അതാണ് സമാധാനം,
ആ സമാധാനമാണ് നിലനിൽക്കുന്നത്. ആ സന്തോഷം നിൽക്കും. മനുഷ്യൻ തരുന്ന സന്തോഷം അല്പനേരത്തേക്കേ ഉള്ളൂ. എന്നാൽ ദൈവം നിനക്ക് സമാധാനം തരുമ്പോൾ അത് എന്നേക്കുമുള്ള സമാധാനമായി നിന്റെ ഭവനത്തിലും നിന്റെ ജീവിതത്തിലും അത് പരിണമിക്കുന്നതിനിടയായി തീരും. ഗോഡ് ബ്ലെസ് യു.